സത്യമാണ് സാറേ. ഇന്നലെ ഗിരി ഒരു വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി. വധശ്രമമായിരുന്നെന്നാ ഞങ്ങളുടെ നിഗമനം. നീ ഗിരിയെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതല്ലേ? നിനക്കും ഈ വധശ്രമത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സാറേ. പക്ഷെ പ്രീതിയും ഗിരിയും തമ്മിൽ ബന്ധമുണ്ട്. അനാവശ്യം പറയരുത്. എന്താ മേഡം ഇത്? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് എന്നെ എവിടേക്ക് വിളിച്ചോണ്ട് വന്നത് ചോദ്യം ചെയ്യാൻ വേണ്ടിയല്ലേ? ഇപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരാണ്. ആ ഉത്തരങ്ങള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. താൻ പറഞ്ഞത് 100% ശരിയാ. തനിക്ക് പറയാനുള്ളത് എല്ലാം പറ, കേക്കട്ടെ. ഗിരിയും പ്രീതിയും തമ്മില് അരുതാത്ത ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അവളെ എന്തിനാണ് ഗിരി സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? അത് ന്യായമായിട്ടുള്ള ചോദ്യം. ഗിരിയേട്ടൻ അനുകൂലമായി സാക്ഷി പറഞ്ഞതിന് പീതാംബരൻ വീട്ടിൽ നിന്നും പുറത്താക്കിയതുകൊണ്ടാ പ്രീതി ഞങ്ങളുടെ വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ ഉണ്ടായത്. ഇതൊക്കെ അവള് വെറുതെ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ് മാഡം. സത്യം പറഞ്ഞാൽ പീതാംബരൻ പ്രീതിയോട് വീട്ടിൽ നിന്ന് പോവാൻ പോലും പറഞ്ഞിട്ടില്ല. അവളായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അതും ഗിരിയുടെ കൂടെ താമസിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. തനിക്ക് ഭാര്യയോട് നല്ല സംശയരോഗമാണെന്ന് തോന്നല്ലോ. ഭാര്യയെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാ ആണുങ്ങളെയും സംശയരോഗികളെ കാണരുത് മാഡം. ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് വൈകാതെ മാഡത്തിന് മനസ്സിലാവും. ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് തന്റെ കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാനല്ല. ഗിരിയുടെ ആക്സിഡന്റില് തനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ഞങ്ങൾക്കറിഞ്ഞാൽ മതി. എനിക്കതിൽ ഒരു പങ്കുമില്ല സാറേ. ഒരാളെ കൊല്ലിക്കാൻ മാത്രം ദുഷ്ടനൊന്നും അല്ല ഞാൻ. ഹരീഷ് പോയിക്കോളൂ. ഞങ്ങൾ വിളിക്കുമ്പോ സ്റ്റേഷനിൽ വരേണ്ടി വരും. ശരി സാർ. നിന്റെ ഭർത്താവ് ആള് കൊള്ളാലോടി. നീ ഉള്ളപ്പം തന്നെ പുതിയ ആളെ റെഡിയാക്കിയോ? മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടി? അനിതേ, വെറുതെ സ്റ്റേഷനിൽ കച്ചറ ഉണ്ടാക്കാൻ ശ്രമിച്ച എന്റെ സ്വഭാവം മാറും. ഹരീഷാണ് ഗിരിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല മഞ്ജു. എനിക്കും അങ്ങനെ തന്നെയാണ് സാർ തോന്നുന്നത്. പിന്നെ അയാള് പറഞ്ഞ പോലെ ഈ പ്രീതിയുടെ കാര്യത്തില് മോൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? അയ്യേ, സാറ് വെറുതെ ആ സംശയരോഗിയുടെ വാക്ക് വിശ്വസിക്കുകയാണോ? അയാള് വെറുമൊരു സംശയം പറഞ്ഞ പോലെയല്ല എനിക്ക് തോന്നിയത്. അത് സാറൊരാണായതുകൊണ്ടായിരിക്കും. ആയിരിക്കാം. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല പ്രീതി, ഞാൻ കഴിച്ചോളാം. കൈ ഒരു തരത്തിൽ അനക്കാതെ വെക്കണം. ഭക്ഷണം അടക്കമുള്ള എന്തെങ്കിലും ബാൻഡേജിനുള്ളിൽ കയറിയാ ഇൻഫെക്ഷൻ ആവും. ഗിരേട്ടൻ കഴിക്കാം. ഇവള് ഗിരിയേട്ടനെ വിടാതെ പിടിച്ചിരിക്കുകയാണല്ലോ. പാവം ഗിരിയേട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ ആവോ? നീ എത്തിയോ? നീ വരാൻ വൈകിയപ്പോ ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു. അത് നന്നായി. ഗിരേട്ടാ, ഇനി വേണോ? വേണ്ട, മതി. ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ശരി. നീ ഇവിടെ നടക്കുന്നതൊക്കെ കാണുന്നുണ്ടോ അതോ കാണാത്തത് പോലെ അഭിനയിക്കുവാണോ? മനസ്സിലായില്ല. ഗിരിയേട്ടനും പ്രീതിയും തമ്മിലുള്ള അടുപ്പം നീ കാണുന്നില്ലേ? ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലെങ്കിലും നിന്നെ കൊണ്ടുള്ള ശല്യം അവസാനിക്കുന്ന ഞാൻ കരുതിയത്. നിനക്കിപ്പോഴും പാരവയ്പ് മതിയായില്ലേ? പാരയോ? ഇതാണ് ഇക്കാലത്ത് ഒരാൾക്ക് നല്ലത് ചെയ്യരുതെന്ന് പറയുന്നത്.
ഈ വീട്ടിലെ നിന്റെ സ്ഥാനം അടിച്ചു മാറ്റാൻ പ്രീതി ശ്രമിക്കുന്നത് കണ്ടതുകൊണ്ടാ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. ഏതൊരു ഭാര്യയ്ക്കും തന്റെ ഭർത്താവിനോട് മറ്റൊരു സ്ത്രീ അടുക്കുന്നത് കാണുമ്പോ അസ്വസ്ഥത ഉണ്ടാവും. നിനക്കെന്താ അങ്ങനെ സംഭവിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോ ഗിരിയേട്ടനോടുള്ള ഇഷ്ടം ഇല്ലാതായതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും ഗിരിയേട്ടൻ നിന്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്ന ആളല്ലേ? ദേ, അനാവശ്യം പറയരുത്. അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് സത്യം മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അനുഭവിക്കുമ്പോ പഠിച്ചോളൂ. നീ ആള് കൊള്ളാം കേട്ടോ. ഇത്ര പെട്ടെന്ന് ഈ വീട്ടിലൊരു സ്ഥാനം പിടിച്ചെടുക്കുന്നത് അത്ര എളുപ്പമല്ല. ഗിരിയേട്ടനെയും മഞ്ജുവിനെയൊക്കെ നീ പറ്റിച്ചു വെച്ചിരിക്കുവാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിന്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. എന്ത് ലക്ഷ്യം? വെറുതെ അഭിനയിക്കല്ലേ മോളെ. നീ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാ ഞാൻ. നീ പേടിക്കണ്ട. ഗിരിയേട്ടനെ നീ വളച്ചെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മഞ്ജു ഗിരിയേട്ടനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് നിന്നെ സംശയിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. നീ ബുദ്ധിപൂർവം കരുക്കള് നീക്കിയ ഭാവിയിൽ എന്റെ നാത്തൂനാവാനുള്ള ഭാഗ്യം നിനക്കായിരിക്കും. പിന്നെ ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. മനസ്സിലായോ? എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഇവളെ സൂക്ഷിക്കണം. ഇവിടെയുള്ളവരിൽ ഏറ്റവും ബുദ്ധി വെക്ക. ഇവളെ വെറുപ്പിക്കാതിരിക്കുന്ന നല്ലത്. വൈകിയല്ലോ. ഞാൻ പരമാവധി നേരത്തെ ഇറങ്ങാൻ നോക്കിയതാ. അനിത മാഡം വേണോന്ന് വെച്ച് അവസാന നിമിഷം കുറെ ജോലികൾ എന്നെ ഏൽപ്പിച്ചു. സോറി. ഏയ്, അതൊന്നും സാരമില്ല. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രീതി ഉണ്ടല്ലോ. പിന്നെ സഹായത്തിന് അമ്മയും ഇല്ലേ? ഓ, നോക്കാൻ ആളുള്ളതുകൊണ്ട് എന്നെ ഒട്ടും മിസ് ചെയ്തില്ലാന്ന് തോന്നുന്നു. ഓ, അബദ്ധമായല്ലോ.